എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്തിരിക്കുക, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, അതിനുശേഷം ആൻസർ മനസ്സിലാക്കിയതിന് ശേഷം തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വൈ ഡസ് എ ഡൈവർ അറ്റ് ദ ബോട്ടം ഓഫ് എ ലേക്ക് എക്സ്പീരിയൻസ് മോർ പ്രഷർ ദാൻ അറ്റ് ദ സർഫസ്? ജലാശയത്തിന്റെ അടിത്തട്ടിലുള്ള ഒരു മുങ്ങൽ വിദഗ്ധന് ഉപരിതലത്തേക്കാൾ കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാം അല്ലേ? അതിന് കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ബിക്കോസ് ലൈറ്റ് ഡിക്രീസസ് വിത്ത് ഡെപ്ത്. ലൈറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, അത് വരുവേല. ആസ് ഹി അപ്രോച്ചസ് സെൻറ്റർ ഓഫ് ദി എർത്ത്, എർത്തിന്റെ സെൻറ്ററിലേക്ക് വരുന്നതുകൊണ്ടാന്ന് പറയുന്നുണ്ട്. അതാണോ? അതുമല്ല. ദ ഫ്ലൂയിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്, അതായത് ആഴം കൂടുന്തോറും എന്താണ്? ദ്രാവകമർദ്ദം കൂടുന്നു അല്ലേ? അതല്ലേ കറക്റ്റ് ആൻസർ. ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം എന്താണ്? കൂടുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഹി ഡിസ്പ്ലേസസ് ദ വാട്ടർ, അതായത് ജലത്തെ ആദേശം ചെയ്യുന്നു. അതുമല്ല. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? സി ആണ് കേട്ടോ. അടിയിലേക്ക് പോകുന്നതോറും ജലത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നതോറും കൂടുതൽ മർദ്ദം അനുഭവപ്പെടാൻ കാരണം എന്താണ്? ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം അവിടെ എന്താണ്? കൂടുവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റും റീസണും ആണ് കേട്ടോ, പ്രസ്താവനയും കാരണവുമാണ്. നോക്കുക. ആൻ ഇലക്ട്രോസ്കോപ്പ് ഈസ് എ ഡിവൈസ് ഫോർ ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ ഒബ്ജക്റ്റ്. വസ്തുക്കളിലെ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനുള്ള ഉപകരണമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രോസ്കോപ്പ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലോ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ റീസൺ എന്താണ്? കാരണം എന്താണ് പറയുന്നത്? ദ ലീവ്സ് ഓഫ് എ ചാർജ് ഇലക്ട്രോസ്കോപ്പ് കം ക്ലോസർ ആഫ്റ്റർ എ ലോങ് ടൈം. ഇല്ല, എന്താണ്? ചാർജ് ചെയ്ത ഒരു ഇലക്ട്രോസ്കോപ്പിന്റെ ദളങ്ങൾ ദീർഘനേരം കഴിയുമ്പോൾ എന്താണ്? അടുത്ത് വരും. ഇല്ല, കുറച്ച് സമയം ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് അടുത്ത് വരും. അപ്പം എന്താണ്? റീസണും എന്താണ്? കറക്റ്റ് ആണ്. ഇല്ലേ? അപ്പം നമുക്ക് നോക്കാം ഏതാണ് ഇവിടുത്തെ ഓപ്ഷൻ എന്നുള്ളത്. ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ ട്രൂ ആൻഡ് ദ റീസൺ എക്സ്പ്ലെയിൻസ് ദ സ്റ്റേറ്റ്മെന്റ്. ശരിയല്ലേ? പ്രസ്താവനയും കാരണവും ശരിയാണ്. കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റായ ഒരു ഓപ്ഷനാണ് കേട്ടോ. അടുത്ത നോക്കാം. സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ ട്രൂ ബട്ട് ദ റീസൺ ഡസ് നോട്ട്. അത് വരില്ല കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, റീസൺ അപ്പോൾ അതൊന്നും വരില്ല. ആൻസർ എ ആണ് കേട്ടോ. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവനയും കാരണവും ശരിയാണ്, കൂടാതെ കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ ദ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് ആണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദ ടൈം ഡ്യൂറേഷൻ ഓഫ് എ ഡേ ഇൻ ഫണ്ടമെന്റൽ യൂണിറ്റ്. ഒരു ദിവസത്തിന്റെ സമയദൈർഘ്യം അടിസ്ഥാന യൂണിറ്റിൽ എഴുതുക. അതായത് നമ്മുടെ SI യൂണിറ്റിലുണ്ടോ? SI യൂണിറ്റിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം കേട്ടോ, ഒരു ദിവസത്തിന്റെ സമയദൈർഘ്യം. നമുക്കറിയാം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എ ഡേ ഇല്ലേ? എ ഡേ എന്ന് പറയാം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 24 hours ആണ് അല്ലേ? 24 hours ആണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ് ആണെന്നറിയാം ഇല്ലേ? 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 60 സെക്കൻഡ് ആണ് ഇല്ലേ? 60 സെക്കൻഡ് ആണ്. അപ്പം അങ്ങനെയാകുമ്പം ഒരു ഡേ എന്ന് പറഞ്ഞാൽ 24 hour ആണല്ലോ. ഈ 24 hourനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റിയാൽ മതിയല്ലോ അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? therefore 24 hour എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 60 മിനിറ്റ്. 60 മിനിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എത്രയാണ്? 60 സെക്കൻഡും ഉണ്ടല്ലേ? ഇൻറ്റു 24 എഴുതാമല്ലോ. 24 ഇൻറ്റു 60 മിനിറ്റിലേക്ക് മാറ്റണം, പിന്നെ എന്താണ് സെക്കൻഡിലേക്കും മാറ്റണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 86400 സെക്കൻഡ് എന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം 24 hour അല്ലേ? 24 hour എന്ന് വെച്ചാൽ എത്രയാണ്? 1 ഡേ ആണ് അല്ലേ? 24 എന്ന് വെച്ചാൽ 1 ഡേ ആണ്. 1 ഡേ അല്ലേ? 1 ഡേ എന്ന് വെച്ചാൽ 24 hour ആണ്. അതായത് 86,400 സെക്കൻഡ് ആണ്. സെക്കൻഡ് അല്ലേ സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എ പാർട്ടായിരുന്നല്ലോ അല്ലേ? റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ പ്രത്യേകത? ഇൻഡിപെൻഡന്റ് ഓഫ് അതർ യൂണിറ്റ് എന്ന് പറയാം അല്ലേ? ഇൻഡിപെൻഡന്റ് ഓഫ് അതർ യൂണിറ്റ്. മറ്റേ യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഫണ്ടമെന്റൽ യൂണിറ്റ്? ഇല്ല. ഇൻഡിപെൻഡന്റ് ഓഫ് അതർ യൂണിറ്റ്. ഒരു പർട്ടിക്കുലർ യൂണിറ്റ് അല്ലേ കാണത്തുള്ളൂ. ഇൻഡിപെൻഡന്റ് ഓഫ് അതർ യൂണിറ്റ്സ് ആണ്. പിന്നെന്താണ്? യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആണ് അല്ലേ? യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ് ഇല്ല? യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. 86,400 സെക്കൻഡ് ആണ്. പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ ചോദിച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ഓഫ് അതർ യൂണിറ്റ്സ് ആണ്, അതുപോലെ ഇറ്റ് ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റബിളും ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. 4A രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ. ഫിഗർ എക്സും ഫിഗർ വൈയും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കാം ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് അറേഞ്ച്മെന്റ് ഡു ദ മാഗ്നറ്റ്സ് റിപ്പൽ ഈച്ച് അതർ? രണ്ട് മാഗ്നറ്റ് ആണ് തന്നിരിക്കുന്നത്. ഏത് ഫിഗറിലാണ് മാഗ്നറ്റ് റിപ്പൽ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റ് റിപ്പൽ ചെയ്യണമെങ്കിൽ എന്താണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? സെയിം പോൾസ് ഇല്ല. എങ്ങനെയാണ് സെയിം പോൾസ് പറഞ്ഞത് അല്ലേ? ലൈക്ക് പോൾസ് പറഞ്ഞു. അപ്പോൾ ഏതിലാണ് ലൈക്ക് പോൾസ് അടുത്ത് വന്നിരിക്കുന്നത്? ഏതിലാണ്? ഇവിടെ നോർത്തും വന്നിട്ടുണ്ട്. ഇവിടെ നോർത്തും സൗത്തും ആണ്. ഇവിടെ അട്രാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഏതിലാണ് റിപ്പൽഷൻ നടക്കുന്നത്? ഈ ഫിഗറിലാണ്. അതായത് ഫിഗർ ഏതാണ്? ഫിഗർ എക്സിലാണ് അവിടെ റിപ്പൽഷൻ നടക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഹൗ ദിസ് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റിസം ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ് ഇൻ മാഗ്ലെവ് ട്രെയിൻ ഫോർ റെഡ്യൂസിങ് എനർജി ലോസ് ആൻഡ് നോയിസ് പൊല്യൂഷൻ. ഊർജ്ജ നഷ്ടവും ശബ്ദമലിനീകരണവും കുറയ്ക്കുന്നതിനായി മാഗ്ലെവ് ട്രെയിനുകളിൽ കാന്തത്തിന്റെ ഈ സവിശേഷത എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മാഗ്ലെവ് ട്രെയിൻ എങ്ങനെയാണ്? മാഗ്നറ്റിക് ഇല്ലേ? മാഗ്നറ്റിന്റെ എഫക്റ്റ് മൂലം പ്രവർത്തിക്കുന്ന ട്രെയിൻ ആണല്ലോ അല്ലേ? അപ്പം ഈ പ്രോപ്പർട്ടി, അതായത് ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലേ? നമുക്കറിയാം അതെങ്ങനെയാണ്? ട്രെയിൻ ആ ഒരു സർഫസിൽ നിന്ന് ഇച്ചിരി ഉയർന്നാണ് നിൽക്കുന്നത് അല്ലേ? അപ്പം ട്രെയിനും ട്രാക്കിനിടയിൽ അവിടെ എന്താണ് കോണ്ടാക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എന്താണ് കൂടുതൽ വേഗം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഊർജ്ജ നഷ്ടവും എനർജി ലോസും അവിടെ കുറവായിരിക്കും. മനസ്സിലായല്ലോ? ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആദ്യത്തെ ഫിഗർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ത്രൂ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ദ ട്രെയിൻ ഈസ് ഫ്ലോട്ടിംഗ് ഇൻ ദ എയർ ഇല്ലേ? എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ലാക്ക് ഓഫ് ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ട്രെയിൻ ആൻഡ് ദ ട്രാക്ക് എലിമിനേറ്റ്സ് ഫ്രിക്ഷൻ അല്ലേ? ഫ്രിക്ഷനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ദീസ് ട്രെയിൻസ് വിൽ ഹാവ് ഹൈ സ്പീഡ്, മിനിമം എനർജി ലോസ് ആൻഡ് നോയിസ് പൊല്യൂഷൻ. മാഗ്നറ്റിക് ലെവിറ്റേഷൻ കാരണം ട്രെയിൻ വായുവിൽ ഉയർന്നു നിൽക്കുകയാണ്. ട്രെയിനും ട്രാക്കിനും ഇടയിൽ സമ്പർക്കം അല്ലേ? കോണ്ടാക്റ്റ് ഇല്ലാത്തതിന് എന്താണ്? കർഷണം ഉണ്ടാവില്ല. ആയതിനാൽ ഇത്തരം ട്രെയിനുകൾക്ക് കർഷണം കുറവും വേഗത കൂടുതലും ഊർജ്ജനഷ്ടം കുറവുമായിരിക്കും. എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4B ആണ് കേട്ടോ. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ്? മെത്തേഡ് ടു മാഗ്നറ്റൈസ് എ ഹാക്സോ ബ്ലേഡ്. ഒരു ഹാക്സോ ബ്ലേഡ് മാഗ്നറ്റൈസ് ചെയ്യുന്ന ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ തന്നെയാണ് അല്ലേ? നോക്കാം. റൈറ്റ് ദ പോൾസ് അറ്റ് P ആൻഡ് Q ഓഫ് ദ ഹാക്സോ ബ്ലേഡ്. ഹാക്സോ ബ്ലേഡിൻ്റെ കേസിൽ പിയുടെ എവിടെയും ക്യൂവിൻ്റെ എവിടെയും പോൾസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ നോക്കിയേ, മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് ഇവിടെ വന്നിരിക്കുന്നത്, സൗത്ത് പോളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ ഇതിങ്ങനെ ഒരസുമാണ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ P എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിട്ട് മാറുന്നുണ്ട്? P നോർത്ത് പോളായിട്ട് മാറും അല്ലേ? മറ്റേ എൻ്റെ Q എന്തായിട്ട് മാറും? Q എന്ന് പറഞ്ഞിരിക്കുന്നത് സൗത്ത് പോളുമായിട്ട് മാറും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ദെൻ B പാർട്ട് എന്താണ്? ഈവൻ വെരി സ്മോൾ പീസ് ഓഫ് ദിസ് ഹാക്സോ ബ്ലേഡ് വിൽ ഹാവ് 2 മാഗ്നറ്റിക് പോൾസ്. റൈറ്റ് ഡൗൺ യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെന്റ്. ഈ ആക്സോ ബ്ലേഡിന്റെ ഒരു ചെറിയ കഷ്ണത്തെ പോലും 2 കാന്തിക ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. ഈ പ്രസ്താവനയുള്ള നിങ്ങളുടെ പ്രതികരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? എത്രമാത്രം കട്ട് ചെയ്താലും അല്ലേ, ഒരു മാഗ്നറ്റിനെ എങ്ങനെ കട്ട് ചെയ്താലും അതെങ്ങനെയാണ്? അതിന് 2 പോളും ഉണ്ടായിരിക്കും, ഡ്യുവലായിരിക്കും അല്ലേ? 2 പോളും ഉണ്ടായിരിക്കും. അത് ഒരിക്കലും സിംഗിൾ പോളായിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാന്തങ്ങൾ എത്ര തന്നെ ചെറുതാണെങ്കിലും അതിന് 2 പോളുകൾ ഉണ്ടായിരിക്കും ഇല്ല, അതൊരിക്കലും സിംഗിൾ പോളായിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ P എന്ന് പറഞ്ഞിരിക്കുന്നത് നോർത്താണ്, Q സൗത്ത് ആണ് പറഞ്ഞിട്ടുണ്ട്. ദെൻ നോ മാറ്റർ ഹൗ സ്മോൾ എ മാഗ്നറ്റ് ഈസ്, it will always have 2 poles. A magnet with only 1 pole does not exist. ഇല്ലേ? മാഗ്നറ്റ് എത്ര ചെറുതായിരുന്നാലും അതെങ്ങനെയാണ്? 2 പോൾസ് ഉണ്ടായിരിക്കും. സിംഗിൾ പോളായിട്ട് മാഗ്നറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാന്തങ്ങൾ എത്ര തന്നെ ചെറുതാണെങ്കിലും 2 ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ധ്രുവം മാത്രമുള്ള കാന്തങ്ങൾ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5A ആണ്. എക്സ്പ്ലെയിൻ ഹൗ ലൈറ്റനിങ് കണ്ടക്ടേഴ്സ് പ്രൊട്ടക്ട് ബിൽഡിംഗ് ഫ്രം ലൈറ്റനിങ്. മിന്നൽ രക്ഷാ ചാലകങ്ങൾ കെട്ടിടങ്ങളെ മിന്നലിൽ നിന്ന് സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? ആൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. നമുക്കറിയാം മേഘങ്ങളിലാണല്ലേ, ക്ലൗഡിലാണ് ചാർജ് അടിഞ്ഞു കൂടിയിരിക്കുന്നത്. അതെന്ത് സംഭവിക്കുന്നുണ്ട്? അത് ഇങ്ങനെ എന്താ മിന്നലൊക്കെ വരാൻ നേരത്തെ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് നമ്മുടെ കൂർത്ത അഗ്രങ്ങളിലേക്ക് വരും ഇല്ല, ലൈറ്റനിങ് കണ്ടക്ടറിൻ്റെ കൂർത്ത അഗ്രങ്ങളിലേക്ക് വരും. അതെങ്ങനെയാണ്? അത് എർത്തിങ് ചെയ്തിരിക്കും. അങ്ങനെ എർത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതവിടെ എഴുതിയിരിക്കുന്നത് എഴുതിയാൽ മതി കേട്ടോ. ചാർജ് ഓപ്പോസിറ്റ് ടു ദ ചാർജ് ഇൻ ദ ക്ലൗഡ് ഈസ് ഇൻഡ്യൂസ്ഡ് അറ്റ് ദ ഷാർപ്പ് എൻഡ് ഓഫ് ദ ലൈറ്റനിങ് കണ്ടക്ടർ വിച്ച് പ്രൊവൈഡ്സ് എ സേഫ് പാത്ത് ഫോർ ദ ഇലക്ട്രിക് ചാർജ് ഡ്യൂറിങ് എ ലൈറ്റനിങ് സ്ട്രൈക്ക് ടു ഫ്ലോ ഇൻ ടു ദ എർത്ത്. മേഘങ്ങളിൽ അടിഞ്ഞുകൂടിയ ചാർജിന് വിപരീതമായ ചാർജ് മിന്നൽ രക്ഷാചാലകത്തിന്റെ കൂർത്ത അഗ്രങ്ങളിൽ പ്രേരണം ചെയ്യപ്പെടുന്നു. ഇതുവഴി മിന്നൽ ഉണ്ടാകുമ്പോഴുള്ള വൈദ്യുത ചാർജിനെ എങ്ങനെയാണ് സുരക്ഷിതമായി ഭൂമിയിലേക്ക് ഒഴുകുന്നതിനുള്ള പാത ഒരുക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? മിന്നൽ രക്ഷാകവചം അല്ലെങ്കിൽ ലൈറ്റനിങ് കണ്ടക്ടർ എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കുക കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു പ്രൊട്ടക്ട് ഔർസെൽസ് ഫ്രം ലൈറ്റനിങ്? അതായത് മിന്നലിൽ നിന്ന് രക്ഷ നേടുന്നതിന് നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. ഉയരം കൂടിയ മരങ്ങളുടെ ചുവട്ടിലൊന്നും നിൽക്കാൻ പാടില്ല, ഒറ്റപ്പെട്ടതായിട്ട് വൃക്ഷങ്ങൾക്ക് ചുവട്ടിൽ നിൽക്കരുത്, ഇലക്ട്രിക് എക്യുപ്മെന്റ്സിൽ തൊടല് ഇല്ല, അതുപോലെ ഇരുമ്പുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ജനലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അതിലൊന്നും തൊടുവൊന്നും ചെയ്യല് കേട്ടോ. വെറ്റ് നനവുള്ള കൈകൾ കൊണ്ടൊന്നും നമ്മൾ മെറ്റൽ പീസിലൊന്നും ടച്ച് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. ദെൻ പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ടു എ പേഴ്സൺ സ്ട്രക്ക് ബൈ ലൈറ്റനിങ് ടു പ്രസന്റ് ഇൻ യുവർ സ്കൂൾ അസംബ്ലി. മിന്നലായിട്ട് ഒരു വ്യക്തിക്ക് നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷകളെ കുറിച്ച് നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ആവശ്യമായ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് മിന്നലേറ്റ അയാളെ എയർ സർക്കുലേഷൻ ഉള്ളിടത്ത് കിടത്തണം ഇല്ലേ, ശരീരം മുഴുവൻ എങ്ങനെയാണ് തിരുമി ഇല്ലേ, ചൂടാക്കണം, പിന്നെന്താണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനൊക്കെ കൊടുക്കണം ഇല്ലേ, അങ്ങനെ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനും പറഞ്ഞിരിക്കുന്നു കേട്ടോ. ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. ഡു നോട്ട് സീക്ക് ഷെൽട്ടർ അണ്ടർ ടോൾ ഓർ ഐസൊലേറ്റഡ് ട്രീസ്. ഡു നോട്ട് അറ്റംപ്റ്റ് ടു ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. അതായത് ഉയരമുള്ളതോ ഒറ്റപ്പെട്ടതുമായ വൃക്ഷങ്ങൾക്ക് ചുവട്ടിൽ അഭയം തേടരുത്, വൈദ്യോപകരണങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കരുത്. പിന്നെന്താണ്, നമ്മളൊരു സെമിനാർ തയ്യാറാക്കാൻ അല്ലെങ്കിൽ കുറിപ്പ് തയ്യാറാക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ദ പേഴ്സൺ ഹൂ സ്ട്രക്ക് ബൈ ലൈറ്റനിങ് ഷുഡ് ബി ലേഡ് ഫ്ലാറ്റ് ഇൻ എ വെൽ വെന്റിലേറ്റഡ് ഏരിയ. മിന്നലേറ്റ ആളെ വായുസഞ്ചാരമുള്ള ഒരിടത്ത് എങ്ങനെയാണ് നിവർത്തി കിടത്തണം. മസാജ് ദ എൻറ്റയർ ബോഡി ടു വാം ഇറ്റ് അപ്പ്. അതായത് ശരീരം മുഴുവൻ എങ്ങനെയാണ് നമ്മൾ തിരുമ്മി ചൂടാക്കുക അല്ലേ. പ്രൊവൈഡ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസം നൽകുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫിഗർ ഷോസ് എ കോൺക്രീറ്റ് ബ്ലോക്ക് ഓഫ് വെയിറ്റ് 100 ന്യൂട്ടൺ പ്ലേസ്ഡ് ഓൺ സ്റ്റാൻഡ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. 100 ന്യൂട്ടൺ ഭാരമുള്ള ഒരു കോൺക്രീറ്റ് കട്ട 2 വ്യത്യസ്ത രീതികളിൽ മണലിൽ വെച്ചിരിക്കുന്നു അല്ലേ. ഒന്നെങ്ങനെയാണ് ഹൊറിസോണ്ടലായിട്ട് എടുത്തിരിക്കുകയാണ്, ഒന്ന് വെർട്ടിക്കലായിട്ട് വെച്ചിരിക്കുകയാണ്. വെൻ ദ ബ്ലോക്ക് ഈസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓൺ സാൻഡ്, the area of the block in contact with the sand is 1 meter square. ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 meter square ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെൻ പ്ലേസ്ഡ് വെർട്ടിക്കലി ഇറ്റ്സ് ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് എത്രയാണ്? 0.25 meter square എന്ന് പറഞ്ഞിട്ടുണ്ട്. വെർട്ടിക്കൽ ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.25 meter square ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Which block exerted more pressure on the sand? Justify your answer. ഏത് കോൺക്രീറ്റ് ആണ് മണലിൽ കൂടുതൽ മർദ്ദം പ്രയോഗിക്കാനായത്? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് കാണുമ്പോഴേ അറിയാമല്ലേ, രണ്ടാമത്തെ അതായത് വെർട്ടിക്കലായിട്ട് വെച്ചിരിക്കുന്നതാണ് കൂടുതൽ പ്രഷർ അവിടെ ചെലുത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ, എക്സ്പ്ലെയിൻ ചെയ്യാമല്ലേ. അപ്പോൾ നമുക്കറിയാം പ്രഷറിൻ്റെ ഇക്വേഷൻ, പ്രഷറല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം ഹൊറിസോണ്ടൽ അല്ലേ. ഹൊറിസോണ്ടൽ ആയിരിക്കുന്ന ആ കേസിൽ നമുക്ക് എഴുതാൻ സാധിക്കും അവിടുത്തെ പ്രഷർ അല്ലേ. ഹൊറിസോണ്ടൽ ആയിരിക്കുമ്പോൾ അവിടുത്തെ പ്രഷർ ഞാൻ PH എന്ന് എഴുതാം കേട്ടോ ഹൊറിസോണ്ടൽ കേസിൽ. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് ബൈ അവിടുത്തെ ഏരിയ. അപ്പോൾ എങ്ങനെ വരും? വാല്യൂ എത്രയാണ് വരുന്നത്? ഫോഴ്സ് എത്രയാണ് അവിടെ? ഫോഴ്സ് എത്രയാണ്? സെയിം ഫോഴ്സ് തന്നെയല്ലേ, 100 തന്നെയാണ്. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ എത്രയാണ് അവിടുത്തെ പ്രഷർ വരുന്നത്? 100 ഇല്ലേ. 100 പാസ്കലാണ് അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞത് ഹൊറിസോണ്ടൽ ആയിരിക്കുമ്പോൾ. ഇനി വെർട്ടിക്കൽ കേസിലോ വെർട്ടിക്കൽ ആയിരിക്കുമ്പോൾ കേസിലെ പ്രഷറിന് ഞാൻ PV എന്ന് എഴുതുക. അപ്പം അതും സെയിം ഇക്വേഷൻ ആണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ വാല്യൂ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് സെയിം തന്നെയാണ്, 100 തന്നെയാണ്. അവിടുത്തെ ഏരിയ എന്ന് വെച്ചാൽ 0.25 ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 400 എന്ന് വരും കേട്ടോ. 400 പാസ്കൽ എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഏതാണ് കൂടുതൽ? വെർട്ടിക്കലായിരിക്കുമ്പോൾ അല്ലേ. വെർട്ടിക്കലായിരിക്കുമ്പോൾ ഉള്ള പ്രഷറാണ് 400 പാസ്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ല. അപ്പോൾ അതാണ് അവിടെ കൂടുതൽ. തിയററ്റിക്കലായിട്ട് തന്നെ പ്രൂവ് ചെയ്തു ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇവിടെ ഉത്തരം സാധൂകരിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് പറയാം? വെർട്ടിക്കലി പ്ലേസ്ഡ് ബ്ലോക്ക് വിൽ എക്സേർട്ട് മോർ പ്രഷർ. അതിന് കാരണം എന്താണ്? ഏരിയ അല്ലേ. ഏരിയ അവിടെ എങ്ങനെയാണ്? ഏരിയ കുറവാണ് ഇല്ലേ. ഏരിയ കുറവായിരുന്നപ്പോൾ എന്താണ് അവിടെ? പ്രഷർ അവിടെ കൂടി. ഇത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഹൊറിസോണ്ടൽ ആകുമ്പം 100 പാസ്കൽ വരും, വെർട്ടിക്കൽ ആകുമ്പം 400 ആണ് വരുന്നത്. വെർട്ടിക്കലി പ്ലേസ്ഡ് ബ്ലോക്ക് വിൽ എക്സേർട്ട് മോർ പ്രഷർ ഇല്ലേ. അതിന് കാരണം എന്താണ്? ഏരിയ ഡിക്രീസസ് പ്രഷർ ഇൻക്രീസസ് അല്ലേ. ഏരിയ കുറയുമ്പോൾ എന്താണ്? പ്രഷർ അവിടെ കൂടും കേട്ടോ. ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കി എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7th one.
A car covered a distance of 90 meter in 6 seconds. A bus covered a distance of 120 kilometer in 2 hours. Which vehicle traveled faster? ഒരു കാറ് 6 സെക്കൻഡ് സമയം കൊണ്ട് 90 മീറ്റർ ദൂരം സഞ്ചരിച്ചു. ഒരു ബസ് 2 മണിക്കൂർ സമയം കൊണ്ട് 120 കിലോമീറ്ററും സഞ്ചരിച്ചു. കൂടുതൽ വേഗത്തിൽ സഞ്ചരിച്ച വാഹനം ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞു. അപ്പം കൂടുതൽ വേഗത്തിൽ സഞ്ചരിച്ച വാഹനമല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പോഴത്തെ സ്പീഡല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ആദ്യമേ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. അപ്പൊ ആ കാറിന്റെ കേസിൽ കേട്ടോ, കാറിന്റെ കേസിൽ എന്താണ്, കാറിന്റെ കേസിൽ സമയം ടി തന്നിട്ടുണ്ട്, 6 സെക്കൻഡ് ആണ്. അതുപോലെ ഡിസ്റ്റൻസ് 90 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ബസ്സിന്റെ കേസിൽ വരുമ്പോഴോ, ബസ്സിന്റെ കേസിൽ സമയം എന്ന് വെച്ചാൽ 2 മണിക്കൂറാണ് കേട്ടോ. 2 മണിക്കൂറിനെ നമ്മൾ എന്താണ് സെക്കൻഡിലേക്ക് മാറ്റണം. എത്ര വരും സെക്കൻഡിലേക്ക് മാറ്റുമ്പം നമ്മൾ മുമ്പേ കണ്ടില്ലേ 2 × 60 ആദ്യമേ മിനിറ്റിലേക്ക് മാറ്റി, പിന്നെ എത്രയാണ് പിന്നെ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പം ഇത്രയും വരും, 7200 സെക്കൻഡ് എന്ന് വരും കേട്ടോ, സെക്കൻഡിലേക്ക് നമ്മൾ മാറ്റിയപ്പോൾ. അതുപോലെ തന്നെ ദൂരം ഇല്ല, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 കിലോമീറ്റർ ആണ്. അപ്പോൾ കിലോമീറ്ററിനെ നമ്മൾ എന്താണ് മീറ്ററിലേക്ക് മാറ്റണം. അപ്പം എത്ര വരും, കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 120 എത്ര 1000 അല്ലേ, 1000 കിലോമീറ്റർ അല്ലേ 1 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പം 120 × 1000 കൂടെ ചെയ്യുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 120, പിന്നെ എത്രയാണ് ഒരു 3 പൂജ്യവും കൂടെ വരും. അത്രയും മീറ്റർ എന്ന് തോന്നുന്നു കേട്ടോ. ഇനി നമുക്ക് ഓരോന്നിൻ്റെ കേസിൽ സ്പീഡെല്ലാം കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഏതാണ്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പീഡിനെ ഞാൻ v കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് കാറിൻ്റെ എടുക്കാം. അപ്പം കാറിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, 90 ആണ് അല്ലേ, 90/6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 90/6 വരുമ്പോൾ 15 വരും, 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തോന്നുന്നു. മനസ്സിലായല്ലോ. ഇനി ബസ്സിൻ്റെ ഇതാ VB എന്ന് എഴുതുവാണ്. ഡിസ്റ്റൻസ് എത്രയാണ് വന്നിരിക്കുന്നത്, 120 അല്ലേ, ഇത്ര ഉണ്ട് അല്ലേ. അതേ ഡിവൈഡ് ബൈ അവിടുത്തെ എന്താണ് സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 7200 ആണ്. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാ, ഇത് 0 0 ക്യാൻസൽ ചെയ്ത്, പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുള്ള ക്യാൻസൽ ചെയ്യോട്ടെ. ഞാൻ 2 കൊണ്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 36 വരും. ഇവിടെ എത്രയാണ് വരുന്നത്, 600 വരും അല്ലേ, 600 വരും. പിന്നെ നമുക്ക് പറ്റും കൂടെ, ഞാൻ 2 കൊണ്ട് തന്നെ ചെയ്യോട്ടെ, എളുപ്പത്തിൽ കാണിച്ചു തരുന്നതാണ്. ഇവിടെ എത്ര വരും, 300 വരും അല്ലേ, 300 വരും. പിന്നെ നമുക്ക് പറ്റും 2 കൊണ്ട് 2 4 വെച്ചൊക്കെ ചെയ്യാം അങ്ങോട്ട്. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. 9 ഇവിടെ വരും. ഇവിടെ എത്രയാണ് 150 വരും. 3 കൊണ്ട് പറ്റും അല്ലേ. ഇവിടെ എത്ര വരും, 50 വരും. 3 50. അപ്പോൾ 50/3 എന്ന് വരും കേട്ടോ, 50/3 എന്ന് വരും. 50/3 എന്ന് വരുമ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 16.6 എന്ന് വരും കേട്ടോ, 16.6 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് വേറെ വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുമോ കേട്ടോ. അപ്പം ഓരോന്നും ഞാൻ ചെറുതായിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്താണ് ബസ്സിൻ്റെ സ്പീഡ് കിട്ടി. അപ്പോൾ ഏതാണ് കൂടുതൽ വേഗത്തിൽ സഞ്ചരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഏതാണ് കൂടുതൽ വേഗത്തിൽ സഞ്ചരിച്ചത്, കാറിന് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്, ബസ്സിന് എത്രയാണ് 16.6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആരാണ് കൂടുതൽ വേഗത്തിൽ സഞ്ചരിച്ചത്, ബസ്സാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, therefore ബസ് ട്രാവൽഡ് ഫാസ്റ്റർ എന്ന് പറയാം കേട്ടോ, ബസ് ട്രാവൽഡ് ഫാസ്റ്റർ. മനസ്സിലായല്ലോ. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ ചെയ്യാം. നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് അവറിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റി, ഇവിടെ നമ്മൾ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എഴുതി എന്താണ്, അവറിനെ സെക്കൻഡിലേക്ക് മാറ്റി, കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി. അപ്പോൾ ഇച്ചിരി എളുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അതായത് നമുക്കിപ്പം എന്താണ് കണ്ടുപിടിച്ചത്, ബസ്സിൻ്റെ സ്പീഡല്ലേ, അതായത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 120 കിലോമീറ്റർ ആണ്, സമയം 2 അവറാണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിലാണ് ഇത് കിടക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ അത് മനസ്സിലാക്കിയിരിക്കട്ടെ. കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കേട്ടോ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇവിടെ നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇച്ചിരി ഇവിടെ ഇപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യില്ല, അതിനേക്കാൾ ഇച്ചിരി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് 60 ഇവിടെ വരും. പിന്നെ നമുക്ക് ഇച്ചിരി എളുപ്പത്തിൽ കുറേ പൂജ്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പൊക്കോളും. അപ്പോൾ ഇവിടെ 30 വരും. then ഇവിടെ എത്രയാണ് 9 വരും അല്ലേ. പിന്നെ ഇതാ നോക്കുക, ഈ 30നെ നമുക്ക് 10 ഇവിടെ എടുക്കാം. ഇവിടെ 3 വരും. അപ്പം 50/3 എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 50/3 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും കാൽക്കുലേഷൻ പ്രശ്നമില്ലാതെ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡിലേക്ക് മീറ്ററിലേക്ക് മാറ്റാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിലോമീറ്റർ പെർ അവറിനെ കേട്ടോ, അതോർത്തോണം, കിലോമീറ്റർ പെർ അവറിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം.
എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് റിമൈനിങ് ഇൻ ദ സെയിം പ്ലേസ് വിത്തൗട്ട് ബീങ് ഏബിൾ ടു ഫ്ലോ. ഒഴുകാൻ കഴിയാതെ വൈദ്യുത ചാർജ് ഒരേ സ്ഥാനത്ത് തന്നെ കേന്ദ്രീകരിക്കുന്നതാണ് സ്ഥിതവൈദ്യുതി എന്ന് നമുക്കറിയാം, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. റൈറ്റ് ഡൗൺ ദ മെത്തേഡ്സ് ദാറ്റ് പ്രൊഡ്യൂസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഇൻ ഒബ്ജക്റ്റ്. വസ്തുക്കളിൽ സ്ഥിതവൈദ്യുതി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ചതല്ലേ, ഫ്രിക്ഷൻ വഴി അല്ലേ, വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ ചാർജ് അല്ലേ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുവിനെ സ്പർശിക്കുമ്പോൾ കോണ്ടാക്ട് വഴി ഇങ്ങനെയാണ് ചാർജ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി ചാർജുള്ള വസ്തുവിന്റെ സാന്നിധ്യം ഇൻഡക്ഷൻ മൂലം ഇല്ലേ, പ്രേരിതം ഇല്ല, ഇൻഡക്ഷൻ മൂലം ചാർജ് അവിടെ ലഭിക്കുന്നുണ്ട് ഇല്ല. അത് നമ്മൾ പഠിച്ച ഇൻഡ്യൂസ്ഡ് ഇല്ല, ഇൻഡക്ഷൻ മൂലം ചാർജ് അവിടെ പ്രേരണം ചെയ്യുന്നു എന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ 3 മെത്തേഡുകൾ എഴുതുക കേട്ടോ. ഇനി എന്താണ്? എക്സ്പ്ലെയിൻ ഹൗ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ഇൻ ഫോട്ടോ കോപ്പിയർ മെഷീൻസ്. ഫോട്ടോ കോപ്പിയർ മെഷീനിൽ സ്ഥിതവൈദ്യുതിയെ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. ഞാനിവിടെ ആൻസർ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങളിപ്പോൾ തൽക്കാലം അത്ര എഴുതി വെച്ചാൽ മതി എക്സാമിന് വേണ്ടി കേട്ടോ. ബൈ റബ്ബിങ് ടു ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദം. റബ്ബ് ചെയ്യുമ്പോൾ അതെന്താണ്, ചാർജസ് അവിടെ ഒക്കർ ചെയ്യുന്നുണ്ട് ഇല്ല. അതായത് ഏതാണ് പറഞ്ഞത്, ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയും അല്ലേ. അടുത്തത് കണ്ടക്ഷൻ മെത്തേഡ് ആണല്ലേ. വെൻ എ ചാർജർ ഒബ്ജക്ട് ടച്ചസ് ആൻഡ് അൺചാർജർ ഒബ്ജക്ട്സ് ചാർജ് ഈസ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡക്ഷനുണ്ട്. വെൻ എ ചാർജർ ഒബ്ജക്ട്സ് ബ്രോട്ട് നിയർ എ ന്യൂട്രൽ ഒബ്ജക്ട് ചാർജ് ഇൻ ദ ന്യൂട്രൽ ഒബ്ജക്ട്സ് ആർ റീഅറേഞ്ച്ഡ് ആൻഡ് ഗെയിൻ പൊളാരിറ്റി. 3 മെത്തേഡ് അല്ല, 3 മെത്തേഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. വായിച്ച് നോക്കുക. മലയാളം മീഡിയത്തിലെ കുട്ടികളോടും വായിച്ച് നോക്കുക, എഴുതുക കേട്ടോ. പിന്നെ ഫോട്ടോ കോപ്പിയർ മെഷീൻ്റെ വർക്കിംഗ് ആണ് കേട്ടോ. സിമ്പിളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നോക്കാം. ഫോട്ടോകോപ്പി മെഷീൻ കൺസിസ്റ്റ് ഓഫ് എ ഡ്രം അല്ലെ, ഒരു ഡ്രം ഉണ്ട്. വേർ സ്റ്റാറ്റിക് പോസിറ്റീവ് ചാർജസ് മെയിൻറ്റെയിൻ. അവിടെയാണ് സ്റ്റാറ്റിക് പോസിറ്റീവ് ചാർജ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ദ ഏരിയ ഓൺ ദ ഡ്രം സർഫസ് വെയർ ലൈറ്റ് ഡിഡ് നോട്ട് ഫോൾ സ്റ്റിൽ റിമെയിൻ ദർ പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ടോണേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇറ്റ് ബൈ വിച്ച് ആൻ ഇമേജ് ഓഫ് ഡോക്യുമെന്റ് ഈസ് ഫോംഡ് ഓൺ ദ ഡ്രം സർഫസ്. Strong positive charge on a sheet permanently attach the toner to that sheet. ഫോട്ടോകോപ്പി മെഷീനിൽ പോസിറ്റീവ് ചാർജുള്ള ഡ്രം ഉണ്ട്. പ്രകാശം തട്ടാത്ത ഡ്രമ്മിന്റെ ഭാഗത്ത് പോസിറ്റീവ് ചാർജുകൾ തങ്ങി നിൽക്കുന്നു. നെഗറ്റീവ് ചാർജുള്ള ടോണറുകളുടെ സഹായത്തോടെ ഡ്രമ്മിന്റെ ഉപരിതലത്തിൽ നമുക്ക് വേണ്ട വിവരങ്ങൾ പതിയുന്നു. പോസിറ്റീവ് ചാർജുള്ള മറ്റൊരു ഷീറ്റ് ഉപയോഗിച്ച് ഇവയെ സ്ഥിരമായി ആ ഷീറ്റിൽ പകർത്തുന്നു. അങ്ങനെയാണ് ഫോട്ടോകോപ്പിയർ മെഷീൻ്റെ വർക്ക് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാടുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾ ഇത്രയും ഷോർട്ടായിട്ട് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 8B. എ മെറ്റൽ സ്പിയർ ഫിക്സഡ് ഓൺ ആൻ ഇൻസുലേറ്റർ സ്റ്റാൻഡ് ഈസ് ഡെപ്പിക്റ്റഡ് കേട്ടോ. ഒരു മെറ്റൽ സ്പിയർ ഒരു ഇൻസുലേറ്റർ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻ എബഡൈറ്റ് റോഡ് ചാർജ്ഡ് വിത്ത് എ വൂൾ ഈസ് പ്ലേസ്ഡ് നിയർ ദ സർഫസ് മാർക്ക്ഡ് ആസ് എ ഓൺ ദ മെറ്റൽ സ്പിയർ. ഡ്രോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് ഓൺ ദ സ്പിയർ. എന്താണ്? ഒരു കമ്പിളി ഉപയോഗിച്ച് ചാർജ് ചെയ്ത ഒരു എബണൈറ്റ് റോഡാണ് കേട്ടോ. അതാണ് ഈ ലോഹഗോളത്തിന്റെ എ എന്ന ഭാഗത്ത് സമീപം കൊണ്ടുവരുമ്പോൾ ഗോളത്തിൽ ഉണ്ടാകുന്ന ചാർജിന്റെ വിതരണം ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? എബണൈറ്റ് റോഡാണ്, കമ്പിളിയിൽ അല്ലെ വൂളിൽ ഉപയോഗിച്ച് ചാർജ് ചെയ്തതാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? എബണൈറ്റ് റോഡിന് ഏത് ചാർജ് വരും? അതിന് നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത് അല്ലേ. എബണൈറ്റ് റോഡിന് നെഗറ്റീവ് ചാർജ് ആണ്. ഈ സ്പിയറിൻ്റെ അകത്ത് എന്തുണ്ട്? പോസിറ്റീവും നെഗറ്റീവും എല്ലാം സ്പ്രെഡ് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു എബണൈറ്റ് റോഡ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ഉള്ള പോസിറ്റീവ് എല്ലാം എന്താ ഈ സൈഡിലോട്ട് വരും അല്ലേ. പോസിറ്റീവ് എല്ലാം ഈ സൈഡിലോട്ട് വരും, ബാക്കി നെഗറ്റീവ് എല്ലാം ഈ സൈഡിലോട്ടും പോകും. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത്? എബണൈറ്റ് റോഡ് കേട്ടോ. എബണൈറ്റ് റോഡ് ഇത് നെഗറ്റീവ് ആണ് ഇതിന് വരുന്നത്. ദെൻ സ്പിയർ ഇവിടെ വരും, സ്പിയർ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി എന്താണ്? സജസ്റ്റ് വേസ് ടു റീറ്റെയിൻ ദ ചാർജ് ഫോംഡ് ഇൻ ദ റീജിയൺ എ ഇൻ ദ മെറ്റൽ സ്പിയർ ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. എ ഭാഗത്തുണ്ടായ ചാർജ് കൂടുതൽ സമയം ലോഹഗോളത്തിൽ നിലനിർത്താനുള്ള മാർഗം. എ ഭാഗത്ത് നിന്ന് ഈ ഭാഗം എ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അത് കൂടുതൽ സമയം നിലനിർത്താനുള്ള മാർഗം ഏതാണ്? ഈ ഭാഗം ഇല്ലേ. ഇവിടെ എന്ത് ചെയ്ത് വെച്ചാൽ അത് എർത്ത് ചെയ്ത് വെച്ചാൽ മതി ഇല്ലേ. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകും ഇല്ലേ. ലോഹഗോളത്തിന് മുകളിലുള്ള നെഗറ്റീവ് ചാർജുകളെ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് പോസിറ്റീവ് ചാർജോടെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ ആണല്ലോ? കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിത്രം നല്ല ഭംഗിയായിട്ട് വരയ്ക്കുക. ബൈ എർത്തിങ് ദ നെഗറ്റീവ് ചാർജ് ഇൻ ദ സ്പിയർ അല്ലേ. ലോഹഗോളത്തിന് മുകളിലുള്ള നെഗറ്റീവ് ചാർജുകളെ എർത്ത് ചെയ്ത് അല്ലേ. ഇങ്ങനെ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, അത് പോസിറ്റീവ് ചാർജായിട്ട് അവിടെ ഒക്കർ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ റീസൺസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക. ആദ്യത്തെ
റബ്ബർ സക്കേഴ്സ് സ്റ്റിക്സ് ടു സ്മൂത്ത് സർഫസ്. റബ്ബർ സക്കേഴ്സ് ഉണ്ടല്ലോ, അത് സ്മൂത്ത് സർഫസ് സ്റ്റിക്ക് ചെയ്യുന്നു. അതിന്റെ റീസൺ എന്താണ്? സ്മൂത്ത് സർഫസ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താണ് ഈ സക്കറിന് അതിന്റെ എന്താണ് ആ സർഫസ് ഉണ്ട്, അവിടുത്തെ എങ്ങനെയാണ് എയർ ഇല്ല, എയർ എന്താണ് വാക്കുമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ വാക്കുമായിട്ട് മാറുമ്പോൾ എന്താണ് അവിടെ പ്രഷർ അവിടെ കുറയുക ചെയ്യുന്നത് അല്ലേ? അതിന്റെ ഫലമായിട്ട് പുറത്തെ പ്രഷർ കൂടുതലാണ്, അപ്പോൾ അതിന്റെ ഫലമായിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അല്ലേ? അടുത്ത എന്താണ്? എ വെൽ ഇൻഫ്ലേറ്റഡ് ബലൂൺ ബേസ്റ്റ് വെൻ ഇറ്റ് ഈസ് ഇൻ പ്ലേസ്ഡ് ഇൻ സൺലൈറ്റ്. നന്നായി ഊതി വീർപ്പിച്ച് ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു. കാരണം എന്താണ്? വെയിലത്ത് വെക്കുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ കൂടും അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? അവിടുത്തെ പ്രഷറും അല്ലേ, അവിടുത്തെ എയർ പ്രഷറും അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി സെയിലേഴ്സ് ആർ യൂസിങ് മാഗ്നറ്റിക് കോമ്പസ്, അതായത് നാവികർ കാന്തിക കോമ്പസ് ഉപയോഗിക്കുന്നു. എന്താണ്? ദിശ കണ്ടെത്താനല്ലേ? അത് വടക്കോട്ട് ദിശ കാണിക്കുന്നുണ്ട്. അപ്പം ദിശ കണ്ടെത്താൻ വേണ്ടിയാണ് അവർ കാന്തിക കോമ്പസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കുന്നത്. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കി എഴുതുക. ആദ്യത്തെ കേസിൽ എയർ ബിറ്റ്വീൻ ദ സക്കർ ആൻഡ് ദ സർഫസ് ഈസ് പുഷ്ഡ് ഔട്ട് ക്രിയേറ്റിംഗ് എ ലോ പ്രഷർ ഏരിയ ഇൻസൈഡ് ദ സക്കർ. അതായത് അവിടെ പ്രഷർ കുറയുവാണ് ഉള്ളിൽ. therefore atmospheric pressure will be greater, so it pushes the sucker firmly against the surface. പിന്നെ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസ് പ്രഷർ അവിടെ കൂടും, അതുകൊണ്ട് അത് പൊട്ടിപ്പോകുന്നുണ്ട്. പിന്നെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് റിലയബിൾ റെഫറൻസ് ടു മാഗ്നറ്റിക് നോർത്ത്. കൃത്യമായിട്ടുള്ള ദിശ കാണിക്കുന്നുണ്ട്, നോർത്തിലേക്കുള്ള ദിശ കാണിക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടിയാണ് മാഗ്നറ്റിക് കോമ്പസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഉള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് തന്നെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും എല്ലാം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.